എല്ലാവർക്കും ജ്യോതിഷത്തിലേക്ക് നമസ്കാരം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവും സമ്പത്തും ഉണ്ടാകാൻ വേണ്ടി എല്ലാ ദിവസവും നമ്മൾ ശിവപൂജ, വിഷ്ണു പൂജ, ശത്രു സംഹാര പൂജ, അതുപോലെ തന്നെ ഗണപതി പൂജ, മഹാലക്ഷ്മി പൂജ എല്ലാം ചെയ്യുന്നു. പൂർണ്ണമായ വിശ്വാസമുള്ളവർ മാത്രമേ കാണാവൂ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാകൂ. എല്ലായ്പ്പോഴും പൂർണ്ണമായ വിശ്വാസമുള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും. അതുപോലെ നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ നിന്ന് നിങ്ങൾ ആദ്യം കളയണം. എല്ലാവർക്കും ദുഃഖവും ദുരിതവും എല്ലാം ഉണ്ടാകും എന്ന് വെച്ച് എല്ലാ ദിവസവും ദുഃഖിച്ചാൽ നമ്മൾക്ക് എങ്ങനെ സുഖം വരും? അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചിന്തിക്കുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റുക എന്നുള്ളതാണ്. അത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം പ്രധാനമായും സ്ഥിരമായി ലോട്ടറി അടിക്കാൻ ഒരു വിദ്യ. എല്ലാവരും പറയുന്ന പോലെയല്ല, ഇതിന് അതിൻ്റേതായ കാര്യങ്ങൾ വ്യക്തമായി നമ്മൾ പറയുന്നതായിരിക്കും. അതിനു മുമ്പായി നിങ്ങളുടെ മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്യണം. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ ആദ്യമായി നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്താൽ മാത്രമേ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. അല്ലെങ്കിൽ എപ്പോഴും നെഗറ്റീവ് ചിന്തകളുമായി നിങ്ങളുടെ ജീവിതം വളരെയധികം ബുദ്ധിമുട്ടും. അതുകൊണ്ട് ആദ്യം മൈൻഡ് സെറ്റ് ചെയ്യണം. മൈൻഡ് സെറ്റ് ചെയ്യാൻ കുറഞ്ഞത് 7 ദിവസമെങ്കിലും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുക. അത് ചെയ്താൽ നിങ്ങൾക്ക് ഏത് കാര്യവും പുഷ്പം പോലെ സാധിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ തിരുമേനിയുടെ പൂജയിൽ വരുന്ന ധാരാളം ആൾക്കാർക്ക് നമ്മൾ ഇത് പറഞ്ഞു കൊടുത്ത് അവരുടെ ദുഃഖവും ദുരിതങ്ങളും എല്ലാം മാറ്റി അവർക്ക് സന്തോഷപൂർവ്വമായ ഒരു ജീവിതം കൊടുത്തു എന്നുള്ളത്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ നമ്മളിത് പറയുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും കേട്ട് നിങ്ങളിത് ചെയ്തു നോക്കൂ. നിങ്ങൾക്കെല്ലാവർക്കും ഐശ്വര്യമുണ്ടാകും. അതുപോലെ തന്നെ ഈ ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം വേണ്ടത് നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്. മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആക്കുക. നെഗറ്റീവ് ചിന്തിക്കുന്നവർ ദയവായി കാണരുത്. നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാവത്തില്ല. കാരണം എപ്പോഴും നെഗറ്റീവ് ചിന്തിച്ചാൽ നിങ്ങളുടെ ജീവിതം അവിടെ തീരും. നിങ്ങൾക്കൊരിക്കലും ഐശ്വര്യം. പോസിറ്റീവ് ചിന്തിക്കുകയും പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഫോളോ ചെയ്യുന്നവർ മാത്രം കാണുക. അവർക്ക് ഐശ്വര്യങ്ങൾ വന്നു ചേരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതിനുവേണ്ടി 7 ദിവസം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മൈൻഡ് പോസിറ്റീവ് ആക്കുക. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ഉണരുന്ന സമയത്ത് എല്ലാം ശരിയാവും. എന്താണ് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം അത് മനസ്സിൽ കാണും. അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിയെല്ലാം കഴിഞ്ഞ് വൈകിട്ട് 7 മണിക്ക് ശേഷം അല്ലെങ്കിൽ 9 മണിക്ക് ശേഷം നിങ്ങൾ കിടക്കുന്ന നേരത്ത് ആ സമയത്ത് നിങ്ങൾ മനസ്സിൽ പറയും, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറിയതായി സങ്കല്പിക്കുക. എന്നിട്ട് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ നിങ്ങൾ മനസ്സിൽ കാണുക. ലോട്ടറി അടിക്കുന്നവർക്ക് ലോട്ടറി, വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ വീട് വെക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ ചിന്തിക്കണം. ചിന്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിന്തയില്ലാത്തവർക്കും കഠിന അധ്വാനം ചെയ്യാത്തവർക്കും ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകത്തില്ല. അതുകൊണ്ട് ആദ്യമായി നമ്മളുടെ ചിന്തകളും നമ്മളുടെ കാഴ്ചപ്പാടുകളും വ്യക്തമായി മാറ്റിയെടുക്കുക. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ആദ്യം ചെയ്യേണ്ട മനസ്സിലുള്ള അസൂയ, കുശുമ്പ് എല്ലാം മാറ്റിയെടുക്കുക. നമ്മളെ തന്നെ ആദ്യം സ്നേഹിക്കുക. സെൽഫ് ലവ് ചെയ്യുക. നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതിൽ നിന്ന് ഈ ലോട്ടറിയിൽ നിന്ന് എന്തെങ്കിലും അടിക്കുമ്പോൾ, എന്തെങ്കിലുമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് അടിക്കുമ്പോൾ 1% സമൂഹത്തിന് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, അന്നദാനത്തിന് വേണ്ടി കൊടുക്കുമെന്ന സങ്കല്പമുണ്ടാകുമ്പോൾ തന്നെ ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും. ഏറ്റവും കൂടുതൽ ഈശ്വരന് ഇഷ്ടം മറ്റുള്ളവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യാനുള്ള മനസ്സാണ്. അത് നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ നെഗറ്റീവ് മൈൻഡ് അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മാറിപ്പോകും. നിങ്ങൾക്ക് നല്ലൊരു സമയം കാലം ദൈവം നിശ്ചയിക്കും. അതിനുവേണ്ടി ട്രെയിനിങ് ആവശ്യം. ഈ ട്രെയിനിങ്ങിൽ ആദ്യം ചെയ്യേണ്ട കാര്യം, എല്ലാ ദിവസവും രാവിലെ ഉണർന്നാൽ നിങ്ങളുടെ സ്വപ്നം കാണുക. എനിക്ക് തീർച്ചയായും എൻ്റെ ആഗ്രഹം സാധിച്ചെടുക്കും. അതിനുവേണ്ടി നിങ്ങൾ മന്ത്രങ്ങൾ ജപിക്കുക. നിങ്ങൾ ഭക്തിപരമായ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക. എല്ലാത്തിനുമുപരി ഒരു വെള്ളം കുടിക്കുക, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അതിനുശേഷം നിങ്ങളുടെ സങ്കല്പങ്ങൾ മനസ്സിൽ കാണുക. യോഗ അറിയുന്നവർ യോഗ ചെയ്യുക, നാമം ജപിക്കുന്നവർ നാമം ജപിക്കുക. അതിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ കാണുവാൻ, അത് ഒരു വട്ടമല്ല, രാത്രിയും രാവിലെയും 2 നേരവും നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ആത്മവിശ്വാസത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 7 ദിവസവും നിങ്ങളിത് ചെയ്യുക. അതിനുശേഷം 8-ാം ദിവസം നിങ്ങൾ തീർച്ചയായും പോയി ലോട്ടറി എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ മുമ്പിൽ വന്നു ചേരും എന്നുള്ളതാണ് ഏറ്റവും വലിയ ലോട്ടറി എന്ന് പറഞ്ഞാൽ ലോട്ടറി മാത്രമല്ല, അപ്രതീക്ഷിതമായി എന്തും നിങ്ങൾക്ക് സംഭവിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും. അതിന് കൈകൾ എപ്പോഴും പരിശുദ്ധമായിരിക്കണം. അതിനുവേണ്ടി സങ്കല്പങ്ങളിൽ എപ്പോഴും ഭാഗ്യം വന്നു ചേരുമ്പോൾ 1% നമ്മൾ സമൂഹത്തിന് വേണ്ടി
പാവപ്പെട്ടവർക്ക് വേണ്ടി, അന്നദാനത്തിന് വേണ്ടി കൊടുക്കാൻ മനസ്സുണ്ടാകണം. അങ്ങനെ 50% നമ്മൾക്ക് കിട്ടാവൂ. ബാക്കി 50% മറ്റുള്ളവർക്ക് കൊടുക്കാൻ മനസ്സുണ്ടാകുമ്പോൾ തന്നെ നമ്മളുടെ ചിന്തകളിലെ കാഴ്ചപ്പാടുകളെല്ലാം മാറും. നമ്മൾക്കൊന്നുമില്ല, നമ്മളെക്കാട്ടിയും കുറവുകളുള്ള ധാരാളം ആൾക്കാർ ഈ ലോകത്തുണ്ട് എന്ന് നമ്മൾ ആശ്വാസപ്പെടണം. ഈശ്വരൻ തരുന്നതിൽ എന്തെങ്കിലും കാര്യകാരണങ്ങൾ ഉണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ 7 ദിവസം ഈ ട്രെയിനിങ് ചെയ്യുക. ഈ ട്രെയിനിങ് ചെയ്യുന്ന ദിവസങ്ങളിൽ ഒരു 7 ദിവസവും എല്ലാ ദിവസവും നമ്മൾ പറയുന്നില്ല, ഒരു 2 ദിവസമെങ്കിലും മത്സ്യം ഉപേക്ഷിക്കുക. അത് നിങ്ങൾക്കൊരു എനർജി തരും. 2 ദിവസമെങ്കിലും മാറ്റാൻ ശ്രമിക്കുക. ഈ 7 ദിവസം കഴിഞ്ഞ് 8ാം ദിവസം നിങ്ങളുടെ ആഗ്രഹം സാധിക്കും. കോൺസെൻട്രേഷൻ പൂർണ്ണമാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചെറിയ ആഗ്രഹം ആദ്യം ഒന്ന് സാമ്പിൾ ടെസ്റ്റ് ചെയ്തുക. ആ 8ാം ദിവസം ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും 7 ദിവസം ചെയ്യുക. ആഗ്രഹം കൂട്ടി അവസാനം വലിയൊരു ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് 4 ഘട്ടങ്ങളിലായി നിങ്ങൾ ചെയ്യുക. ആവേശം മൂന്ന് ഒരു കാര്യവും ചെയ്യുക. എല്ലാം ക്ഷമയോടുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്യുക. പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാം എന്നുള്ള